ഇന്ന് തുടങ്ങുമ്പോൾ ഏറ്റവും ആദ്യം നോക്കുന്നതും ഒരുപക്ഷെ ഏറ്റവും കൂടുതലായി നോക്കേണ്ടതും നമുക്കറിയാം ജമ്മു കശ്മീരിൽ ഭീകരാക്രമണം നടന്നതുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് തന്നെയാണ്. അവിടെ പഹൽഗാമിൽ ഭീകരർക്കായി ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. പ്രദേശം കഴിഞ്ഞ ദിവസം തന്നെ ആ ഭീകരാക്രമണം നടന്ന ദിവസം തന്നെ സൈന്യം വളഞ്ഞിരുന്നു എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അവിടെ വിട്ടു പോയിട്ടില്ല ഭീകരർ എന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് അവിടെ തിരച്ചിൽ തുടരുന്നത്. ഈ അന്വേഷണത്തിന്റെ ഭാഗമായി നാട്ടുകാരിൽ നിന്നും കച്ചവടക്കാരിൽ നിന്നുമൊക്കെ മൊഴിയെടുക്കുന്നത് തുടരുകയുമാണ്. അത് ഇന്നും തുടരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രദേശവാസികളിൽ നിന്നുള്ള സഹായം ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നൊരു കാര്യം കൂടി ഒരുപക്ഷെ അവിടെ നിന്ന് ഈ ഭീകരാക്രമണ സമയത്തുണ്ടായിരുന്ന മറ്റാളുകളിൽ നിന്ന് വ്യക്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും സാഹചര്യം വിലയിരുത്താൻ കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി ഇന്ന് ജമ്മു കശ്മീരിൽ എത്തുകയും ചെയ്യും. അതേസമയം പാക് കസ്റ്റഡിയിലുള്ള BSF ജവാനെ വിട്ടുകിട്ടാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഫ്ലാഗ് മീറ്റിംഗ് ചർച്ചയിലൂടെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. വിവരങ്ങളുമായി പെഹൽഗാമിൽ നിന്ന് നന്ദഗോപനും ഡൽഹിയിൽ നിന്ന് ഗൗതം അനന്തനാരായണനും ചേരുന്നു. നന്ദനിലേക്ക് പോകാം. നന്ദൻ, പെഹൽഗാമിലാണ് ഈ ആക്രമണം നടന്ന സ്ഥലത്ത് നിന്ന് ഇന്നലെ വളരെ വിശദമായ ആ ഭീകരാക്രമണം നടന്ന അതേ സ്പോട്ടിൽ നിന്ന് വളരെ വിശദമായ റിപ്പോർട്ടാണ് നന്ദഗോപൻ നൽകിയത്. നന്ദൻ, ഇന്നിപ്പോൾ ഈ ജമ്മു കശ്മീർ കേന്ദ്രീകരിച്ച് എന്തൊക്കെയാണ് പ്രധാനമായും നടക്കുന്നത്? ഒന്ന്, ഭീകരർക്കായുള്ള തിരച്ചിൽ നടക്കുന്നുണ്ട്, പക്ഷെ അതിൻ്റെ ഭാഗമായി എങ്ങനെയാണ് ഈ പ്രദേശവാസികളിൽ നിന്ന് മൊഴിയെടുക്കുന്നതും മറ്റും എങ്ങനെയാണ്? ഈ പെഹൽഗാം ഇപ്പോഴും പുറത്തുനിന്ന് ആർക്കും പ്രവേശിക്കാനാവാത്ത വിധം ബന്ദവസിലാണോ? ജനം TV സംഘം പെഹൽഗാമിലുണ്ട്. വിവരങ്ങൾ എന്താണ്? വീണ, ഞാനിപ്പോൾ അനന്തനാഗ് ജില്ലയിലെ പെഹൽഗാമിൽ നിന്നും ഇന്നലെ ഈ അക്രമം നടന്ന ബൈസരൺ വാലിയിലേക്കുള്ള ആ പാതയിലാണ്. ഈ നമുക്ക് ഒപ്പം സൈനികർ, ഈ കോമ്പിംഗ് ഓപ്പറേഷൻ നടത്തുന്ന സൈനികരുണ്ട്. അവരുടെ ദൃശ്യങ്ങൾ നൽകരുത് എന്നുള്ള കൃത്യമായ നിർദ്ദേശമുള്ളതുകൊണ്ടാണ് ആ ദൃശ്യങ്ങൾ നൽകാത്തത്. ഈ പുലർച്ചെ മുതൽ ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി ഈ കോമ്പിംഗ് ഓപ്പറേഷൻ, അതായത് ജമ്മു കാശ്മീർ പോലീസിൻ്റെയും അതേപോലെ തന്നെ സൈന്യത്തിൻ്റെയും CRPFൻ്റെയും പ്രത്യേക സംഘമടങ്ങുന്ന ഒരു സംഘമാണ് ഈ സെർച്ചിങ് ഓപ്പറേഷൻ നടത്തുന്നത്. ആ സംഘം ഇന്നലെ അർദ്ധരാത്രിയിൽ ഈ സെർച്ചിങ് ഓപ്പറേഷൻ നിർത്തിവെച്ചിരുന്നു. തുടർന്ന് ഇന്ന് രാവിലെ വീണ്ടും പുനരാരംഭിച്ചു. ആ സംഘത്തോടൊപ്പമാണ് ഇപ്പോൾ നമ്മളുള്ളത്. അവരുടെ ദൃശ്യങ്ങൾ നൽകരുതെന്നുള്ള പ്രത്യേക നിർദ്ദേശമുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ദൃശ്യങ്ങൾ നൽകാൻ കഴിയില്ല. ഏതായാലും 55 കിലോമീറ്റർ റേഡിയസിൽ ഈ കോമ്പിംഗ് ഓപ്പറേഷൻ, ഈ സെർച്ച് ഓപ്പറേഷൻ നടക്കുകയാണ്. ഈ സംഘത്തോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഡ്രോൺ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം നായയുണ്ട്. ഇങ്ങനെ അതേപോലെ തന്നെ ടെക്നിക്കൽ വിദഗ്ധരുണ്ട്. ഇങ്ങനെ വളരെ സമഗ്രമായ ഒരു തെരച്ചിൽ നടപടികളിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഇതിനപ്പുറത്തേക്ക് ഇതുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷണം അനന്തനാഗ് അഡീഷണൽ SP-യെ ഔദ്യോഗികമായി ചുമതലപ്പെടുത്തിയെന്ന് അറിയിച്ചുകൊണ്ട് ജമ്മു കാശ്മീർ പോലീസ് ഉത്തരവിറക്കിയിട്ടുണ്ട്. അനന്തനാഗ് അഡീഷണൽ SP-ക്കായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ ചുമതല. സമാന്തരമായി NIA-യുടെ അന്വേഷണവും നടക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രാദേശികപരമായ സഹായം ഇവർക്ക് ലഭിച്ചു എന്നുള്ളതാണ് പ്രധാനമായും വിലയിരുത്തപ്പെടുന്നത്. ഇതിനോടകം 3 പേരുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ആ 3 പേരും ഇതിനകത്ത് ഈ കൃത്യത്തിൽ കൃത്യമായ പങ്കുണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അവർ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഏതാണ്ട് കഴിഞ്ഞ ഒരു വർഷമായി ഈ മേഖല തമ്പടിച്ചുകൊണ്ടുള്ള പദ്ധതികൾ തയ്യാറാക്കുകയായിരുന്നു എന്നുള്ളതാണ് വിവരങ്ങൾ. ആസിഫ് ഫൗജി, അതേപോലെ തന്നെ സുലൈമാൻ ഷാ, അബൂ തൽഹ എന്നിങ്ങനെ 3 ലഷ്കർ TRF തീവ്രവാദികളാണ് ഇത് ചെയ്തത്. അതിന് പിന്നിൽ ഇവരുണ്ട് എന്നുള്ളതാണ് കൃത്യമായി അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ടിട്ടുള്ളത്. 3 പേരുടെ രേഖാചിത്രങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഇവരെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർക്ക് 20 ലക്ഷം രൂപയാണ് ജമ്മു കാശ്മീർ പോലീസ് ഇനാം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവർ നേരത്തെ തന്നെ ഈ 2017 മുതൽ പല തീവ്രവാദ സംഘങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നവരാണ്. ഇവരുടെ സംഘത്തിലുള്ള മറ്റുപേരെ ഈ പല എൻകൗണ്ടറിലായിട്ട് കൊലപ്പെടുത്തിയ സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൻ്റെ വൈരാഗ്യമടക്കം ഇവർക്കുണ്ട്. ഇവർ കഴിഞ്ഞ ഒരു വർഷമായി ഈ പെഹൽഗാം മേഖലയിൽ ഇത്തരമൊരു ആക്രമണത്തിന് പദ്ധതിയിടുകയായിരുന്നു. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയായിരുന്നു. അങ്ങനെ കൃത്യമായ ഒരു സൗകര്യം ഒരുങ്ങിയ ഒരു അവസരത്തിൽ അവർ ഈ ആക്രമണം നടത്തിയെന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഒപ്പം ഈ ഏതാണ്ട് 7 പേർ ഈ അക്രമത്തിന് പിന്നിലുണ്ട് എന്നുള്ള സൂചനകൾ പോലീസിന് ലഭിച്ചിരുന്നു. ഈ തീവ്രവാദികളിൽ ഈ സുലൈമാൻ ഷാ, അതേപോലെ തന്നെ ആസിഫ് ഫൗജി, അബൂ തൽഹ എന്നിവർ, ഇതിൽ 2 പേർ പാകിസ്ഥാൻ സ്വദേശികളാണെന്നാണ് പറയുന്നത്. ഇവർ 2 പേരുമാണ് ഈ വിനോദസഞ്ചാരികളോട് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രൊവിഷനിൽ സംസാരിക്കുന്ന ഉറുദു കലർന്ന ഭാഷ സംസാരിച്ചതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഏതായാലും ചോദ്യം ചെയ്യൽ നടപടികൾ പുരോഗമിക്കുകയാണ്. ഇന്നിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ദൃക്സാക്ഷികൾ, അതേപോലെ തന്നെ ഇവിടെ നമുക്കറിയാം കുതിരപ്പുറത്ത് വേണം ഈ പെഹൽഗാമിൽ നിന്നും ബൈസരൺ വാലിയിലേക്ക് കടന്നു പോകാൻ. ഇത്തരത്തിലുള്ള വളരെ ദുർഘടം പിടിച്ച പാതയാണ്. വലിയ പാറക്കല്ലുകൾ നിറഞ്ഞ പാതയാണ്.
ചെങ്കുത്തായിട്ടുള്ള കയറ്റങ്ങളാണ്. അവിടെ സാധാരണ നടന്നു പോകാൻ കഴിയാത്ത സാഹചര്യമാണ്. അവിടെ കുതിരപ്പുറത്ത് ആണ് ആൾക്കാരെ കൊണ്ടുപോകുന്നത്. അങ്ങനെ ഈ വിനോദസഞ്ചാരികൾ പോയ കുതിരക്കാരെ അവരെ കൃത്യമായി തന്നെ ചോദ്യം ചെയ്യും. ഒപ്പം തന്നെ ഈ ബൈസറൻ വാലിയിൽ നിരവധി കച്ചവടക്കാരുണ്ടായിരുന്നു. അവരെ ഇതുമായി ബന്ധപ്പെട്ട് തുടക്കത്തിലെ തന്നെ മനസ്സിലായ ഒരു കാര്യം, കൃത്യമായ ആസൂത്രണം നടന്നിട്ടുണ്ട്, കാലങ്ങളായുള്ള ആസൂത്രണം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഈ പ്രദേശവാസികളുടെ മൊഴിയെടുക്കുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാകാനുള്ള സാധ്യത തന്നെയുള്ളൂ. കാരണം ഇപ്പോൾ നന്ദൻ സൂചിപ്പിച്ചതുപോലെ കുതിരപ്പുറത്ത് മാത്രമേ ഇങ്ങോട്ടേക്ക് വരാൻ കഴിയുകയുള്ളൂ എന്നുള്ളൊരു സാഹചര്യമുണ്ട്. അതല്ലാതെ ഈ പെഹൽഗാം മേഖല, അതിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ, ജനവാസ മേഖലകൾ അതിനെത്ര ദൂരെയായിട്ടാണുള്ളത്, അതിന് ചുറ്റുപാടുമുള്ള പ്രദേശങ്ങൾ എടുക്കുമ്പോൾ എങ്ങനെ ഭീകരർക്ക് ഏതു വഴി ഇവിടേക്ക് എത്താൻ കഴിയും എന്ന കാര്യത്തിലൊക്കെയും സൈന്യത്തിന് വ്യക്തമായ ധാരണകളുണ്ടായിരിക്കും. അത് അവരുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള രഹസ്യ സ്വഭാവം സൂക്ഷിച്ചുകൊണ്ട് തന്നെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയില്ലേ? വീണ, അതായത് ഈ പെഹൽഗാം എന്ന് പറയുന്ന ഒരു സ്ഥലം, അത് സാധാരണഗതിയിൽ നമുക്ക് അവിടെ വാഹനങ്ങളിൽ എത്താൻ പറ്റും. പെഹൽഗാമിൽ നിന്നും ബൈസറൻ വാലിയിലേക്ക് പോകണമെങ്കിൽ അവിടെ പ്രത്യേകിച്ച് റോഡൊന്നുമില്ല. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കുതിരപ്പുറത്ത് പോകണം. 6 കിലോമീറ്റർ അപ്പുറയാണ് പിന്നെ ജനവാസ മേഖലയുള്ളത്. അതിനും അപ്പുറത്തേക്ക് മുഴുവൻ പൈൻ കാടുകളാണ്. ഈ മേഖല മുഴുവൻ വലിയ തിങ്ങി നിറഞ്ഞ പൈൻ കാടുകളാണ്. ഈ അക്രമം നടത്തിയവർ ഈ പൈൻ കാടുകൾക്കുള്ളിൽ തന്നെ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ 55 കിലോമീറ്റർ റേഡിയസ് ഉള്ള ഒരു പ്രദേശത്ത് 55 കിലോമീറ്റർ റേഡിയസിൽ വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടുള്ള അന്വേഷണം പുരോഗമിക്കുന്നത്. ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനകൾ, ഒപ്പം തന്നെ ഈ CRPF-ൻ്റെയും ജമ്മു കാശ്മീർ പോലീസിൻ്റെയും പ്രത്യേക പരിശീലനം ലഭിച്ച നായയുണ്ട്. അതേപോലെ തന്നെ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് ഉള്ള നിരീക്ഷണം നടത്തുന്നു. ഇങ്ങനെ വിവിധ ഘട്ടങ്ങളിലായി ഇങ്ങനെ നിരീക്ഷണം നടത്തി വരികയാണ്. നമ്മളിപ്പോൾ ആ സംഘത്തോടൊപ്പമാണുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അവരുടെ ദൃശ്യങ്ങൾ നൽകരുത്, സുരക്ഷാ ഭീഷണി ഉണ്ടാകുമെന്നുള്ളത് കണക്കിലെടുത്തുകൊണ്ടാണ് ആ ദൃശ്യങ്ങൾ നൽകാത്തത്. പുലർച്ചെ മുതൽ തന്നെ ഈ ഒരു സെർച്ചിങ് ഓപ്പറേഷൻ, വെട്ടം വീണ് ആ നേരം മുതൽ തന്നെ ഈ സെർച്ചിങ് ഓപ്പറേഷൻ ഇതിനോടകം തന്നെ ആരംഭിച്ചു. കാര്യം, ഈ അക്രമം നടന്നതിന് പിന്നാലെ തന്നെ ഇവിടെ CRPF-ൻ്റെ ബറ്റാലിയൻ ഇവിടേക്ക് ഓടിയെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്തേക്കൊന്നും പോകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് കരുതുന്നത്. ഒരുപക്ഷെ മറ്റൊരു സാധ്യതയുള്ളത്, ഇവർ വന്നത് ജമ്മു കാശ്മീർ പോലീസിൻ്റെ കമാൻഡോ വേഷത്തിലാണ്. അത് ഏതാണ്ട് സാധാരണ ഒരു വേഷം പോലെ, സാധാരണ പോലീസിൻ്റെ ഒരു വേഷം പോലെ അല്ല അത് തോന്നിക്കുന്നത്. സാധാരണ ഒരു കറുത്ത പാൻറ്റും ഒരു കറുത്ത ടീഷർട്ടും അതിന് മുകളിൽ ഒരു ജാക്കറ്റും ധരിക്കുകയാണ് ജമ്മു കാശ്മീർ പോലീസിൻ്റെ കമാൻഡോ ഫോഴ്സിൻ്റെ ഒരു വേഷവിധാനം എന്നുള്ളത്. അപ്പോൾ പോലീസ് അല്ലെങ്കിൽ അന്വേഷണ സംഘം സംശയിക്കുന്നത് പ്രധാനമായും ഇവർ ഈ ആക്രമണം നടത്തിയ സ്ക്രീനിൽ ഇപ്പോൾ